ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ നെയ്ബർഹുഡ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ എത്തിയിട്ട് 2-3 ദിവസമായി. ഇപ്പോൾ ബാസൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണണ്ടേ നമുക്ക് അത് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്ത് കൂടെ കുടിക്കോ. ഒന്ന് റെഡി ആയിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. സോ എല്ലാവർക്കും വീട്ടിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ നമ്മൾ ഫുൾ റെഡ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. ഇന്നത്തെ വെതർ അടിപൊളിയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് തന്നെ എത്തി. അപ്പോൾ അവിടെ കണ്ടില്ല ഒരു സ്വിസ് നൈഫിന്റെ ഒരു കട. ഇവിടെ സ്വിറ്റ്സർലാൻഡ് നൈഫിന് ഫേമസ് ആണല്ലോ. നമുക്ക് അത് പറഞ്ഞാൽ വാങ്ങിക്കണം. നമ്മളങ്ങനെ ട്രാമിൽ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ട്രാം സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ എന്നൊന്നും പറയാനില്ല, ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് സാധനം. അവിടെ കണ്ടില്ല ഒരെണ്ണം കിടക്കണം, അതാ പോകുന്നത്. ഇവിടെ എങ്ങനെ നോക്കിയാലും കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ. ആ ബിൽഡിങ്സ് ഒക്കെ നോക്കിയാൽ വണ്ടികളും റോഡിലൂടെ പോകുന്ന ട്രാമും ആൾക്കാരും ആരും മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് അടിപൊളിയല്ലേ. നമുക്ക് ടൈമിങ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഓരോ 7 മിനിറ്റിലും ഒരു ട്രാം വരുന്നുണ്ടോ പറയുന്നത്. നമുക്ക് പോള ട്രാം എത്തി. ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും, അതിൽ കയറാം പോവാം. ഓക്കെ കയറാം അപ്പം നിർത്തും. അങ്ങനെ ട്രാമിന്റെ ഏറ്റവും പുറകിൽ ഞാനിങ്ങനെ വന്ന് സ്ഥലം പിടിച്ച് ഇങ്ങനെ ഓരോരുത്തരൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രാം നിർത്തുന്നു, ആള് കയറുന്നു, ട്രാം പോകുന്നു. ഇതാണ് സെറ്റപ്പ്. കുറെ വണ്ടികൾ പുറകെ കൂടെ പോകുന്നു. ഈ റോഡിലൂടെ ബസ് ഓടും, ട്രാം ഓടും, കാർ ഓടും, സൈക്കിൾ ഓടും, സ്കൂട്ടർ ഓടും, എല്ലാം ഓടും. കണ്ടാ ബാക്കിൽ ഒരു ട്രാം വരുന്ന നോക്കിയാൽ കൈയൊക്കെ കാണിച്ച് സൈക്കിൾ പോകുന്നുണ്ടാ. ഒരു കൊട്ടയിനകത്തല്ലേ കുട്ടീനെ കൊണ്ട് പോകുന്നത്. ഇവിടെ ഇത് ഭയങ്കര കോമൺ ആട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇതായി. ഈ കൊട്ടയ്ക്കകത്ത് പട്ടീനെയൊക്കെ വെച്ച് ഉമ്മര് പോകും. അല്ല രസം. അതാണ്ട് കുറെ ട്രാമുകൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ജംഗ്ഷൻ എന്താണെന്ന് തോന്നുന്നത്. പേരൊന്നും എനിക്കറിയില്ല. കുറെ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഇതൊരു പ്രോപ്പർ ട്രാം സ്റ്റോപ്പ് തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ കയറിയമാരൊന്നുമല്ല. ഇത് അത്യാവശ്യം നല്ലൊരു ട്രാം സ്റ്റോപ്പ് തന്നെ. കൊള്ളാം. ഒരു ഫേമസ് ജംഗ്ഷനാന്ന് തോന്നുന്നുണ്ട്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാനുണ്ട്. കുറെ കൊടികളും കുറെ പച്ചപ്പ്. ആ വരുന്നതാണ് ഗൈസ് ബസ്. കണ്ടോ, വലിയ ബസ്സാണ്. 2 ബസ് മിക്സ് ചെയ്ത് ഒട്ടിച്ച് വെച്ചാൽ മാതിരി ഉണ്ട്. കണ്ടില്ലേ, ഇത് അത്യാവശ്യം വലിയ സ്ഥലമാണല്ലോ. ഇത് മെക്കിടി ആ പെണ്ണ് ഓടി വരണത് നമ്മുടെ ട്രാമ് കയറാനാന്ന് തോന്നുന്നുണ്ട്. ഓടട്ടെ മനോർ. സൈക്കിളിലൊക്കെ ബാക്കിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. കൊള്ളാം. അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് ഫസ്റ്റ് ടൈമിൽ ട്രാവൽ കയറിയപ്പോൾ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. അത് സാധാരണ കേട്ടോ. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഓൺലൈനിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അവിടെ പോയിട്ട് എടുക്കാം. ATM പോലത്തെ ചെറിയ മെഷീൻ കണ്ടോ. ബാക്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇതാണ് ഗൈസ് ഫേമസ് റൈൻ റിവർ. നമ്മളിപ്പോൾ അത് ക്രോസ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പാലത്തിന്റെ മണ്ടേ കൂടെ. വാവ്, കൊള്ളാം. എന്താ വ്യൂ അല്ലേ. ഒരു ദിവസം അതിന്റെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കാറങ്ങണം. അവിടെ അങ്ങനെ പോകുന്നൊരു വഴിയുണ്ട്. നമ്മളിതാ 2 ട്രാമായിട്ട് മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വളച്ചൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ കരയിലെത്തി കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റോപ്പ്. നമുക്ക് ഇവിടെ ഇറങ്ങി പുറത്തേക്ക് നടക്കാം. കണ്ട, ഇവിടെ കണ്ടമാന സൈക്കിളുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവന്മാര് നന്നായിട്ട് സൈക്കിൾ ഓട്ടും. കണ്ടില്ല, റോഡ് നോക്കിയാൽ നല്ല വീതിയുണ്ട്. സൈക്കിൾ ഓട്ടാനും ബസ്സും ട്രാം ഒക്കെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അത് എഴുതിയൊക്കെ നോക്കിയാൽ ഗൈസ് കുണ്ടൻ സെന്റർ ഇരിക്കുന്നു. വേണ്ട, അതിന്റെ അർത്ഥം നിങ്ങൾ വിചാരിക്കണമല്ല. കുണ്ടൻ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സെന്റർ എന്നാണ്. അതായത് നമ്മുടെ നാട്ടിൽ അക്ഷയ സെന്റർ അല്ലേ, സെയിം സംഭവം തന്നെ, പക്ഷെ കുറെ കൂടെ ഡെവലപ്ഡ് ആയിട്ട്. ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ ഗൈസ് എന്തോ വലിയ ഹോട്ടൽ എന്തോ തോന്നുന്നുണ്ട്. നല്ല റിച്ച് ലുക്ക് കണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ബിൽഡിങ്സ് ഒക്കെ ഇതേ ലുക്കാ. എന്റെ മോനെ നോക്കിയാ ഒരു നീല ട്രാം അടിപൊളി. എന്തോ ആഡ് എന്തോ തോന്നുന്നുണ്ട്. നീല റെഡും. ഇത് മറ്റേ ഫുട്ബോളിൽ എന്തോ ഇതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ലീവറി കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. മഞ്ഞ സീബ്ര ക്രോസിംഗ് ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ഇതുവഴി ക്രോസ് ചെയ്ത് നേരെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമ്മൾ നേരത്തെ ട്രാവലല്ലേ വന്നത്. ഇപ്പൊ നമ്മൾ തിരിച്ച് നടന്നാണ് പോണേ. കണ്ടമാന സൈക്കിളുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ആലിയൊക്കെ നോക്കിയാൽ അടിപൊളിയല്ലേ. ഇതൊരു ജെട്ടിക്കട. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവര് കണ്ടമാനം സൈക്കിൾ ഓട്ടുന്ന കൂട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കുറെ സൈക്കിളുകൾ ഇതേമാതിരി വെച്ചത് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇവിടെ കണ്ടമാനം ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ സൈക്കിള് ബസ്സിനെയും ട്രാമിനെയും തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ജർമ്മൻ ഭാഷയിൽ സൈക്കിളിന്റെ പടം വെച്ചിട്ട് എന്തോ കിണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവേണ്ടവർ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്യാം. നമ്മളങ്ങനെ എത്തി ഗൈസ് നമ്മളെ റൈൻ റിവറിലേക്ക്. ഏതാ ലുക്ക് നോക്കിയാ. നല്ല വെള്ളമുണ്ട്, അടിപൊളി വ്യൂ കണ്ടാ. നമ്മളെ ഭാരതപ്പുഴയിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇതേമാതിരൊക്കെ ഉണ്ടായേനെ, അല്ലെങ്കിൽ ഇതിലും അടിപൊളിയായിട്ടൊക്കെ ഉണ്ടായേനെ. നല്ല അടിപൊളി വ്യൂ അല്ലേ ഗൈസ്. കണ്ടോ, ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. ഹാർട്ട് ബാസൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ എക്സിബിഷനാണ്. അപ്പോൾ അതിൻ്റെ കൊടികളാണ് 2 സൈഡിലും ഇങ്ങനെ കുറേ വെച്ചിരിക്കണം കേട്ടോ. നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. നല്ല വെയിലുണ്ടെങ്കിലും ഈ പുഴേൻ്റെ ഒക്കെ സൈഡിൽ കൂടെ നടക്കുമ്പോഴേ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. കുറേ ആൾക്കാരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണമൊക്കെ. ഗൈസ്, ആ ബിൽഡിംഗ് ഉണ്ടോ, അത് ഇവിടുത്തെ ഒരു ഫേമസ് ബിൽഡിംഗ് ആണ്. റോഷ ടവർ എന്നാണ് അതിൻ്റെ പേര്. റോഷ എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനീൻ്റെ ഓഫീസാണത്. സ്വിറ്റ്സർലാൻഡിലെ 1 ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ് ആട്ടോ. അത് ഭയങ്കര ഫേമസ് ആണ്. മോനെ, ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയല്ലേ. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് സ്മോൾ ബാസൽ അഥവാ ക്ലെയിൻ ബാസൽ. റൈറ്റിൽ കാണുന്നതാണ് ബിഗ് ബാസൽ അഥവാ ഗ്രോസ് ബാസൽ. അതായത് ഈ റൈൻ റിവർ ആണ് ബാസലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണത്. ഞാനിങ്ങനെ റൈൻ റിവറിന്റെ സൈഡിൽ കൂടെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ രസം. നമ്മൾ പയ്യെ നടന്ന് ആ ബിസി ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തി ഗൈസ്. അത് കണ്ടോ, ഡങ്കിന്റെ ഒരു ഡോനറ്റ് ഷോപ്പ് ഭയങ്കര ഫേമസ് ആണത്. ഒരു ബാങ്ക് ആണ് ഗൈസ്, സ്വിസ് ബാങ്ക്. ഇവിടെ ധാരാളം ബാങ്കുകളുണ്ടല്ലോ. ഇനി ഞാൻ സ്വിസ് ബാങ്ക് കാണിച്ചെന്നില്ല എന്ന് പറഞ്ഞ് ക്രൈ ചെയ്യണ്ട. ഇത് മനോർ, ഒരു എക്സ്പെൻസീവ് ഷോപ്പാണ്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് ആ സൈഡിലോട്ട് നടക്കാം ഗൈസ്. ആ ജിമ്മ് കണ്ട, നമ്മുടെ വീട്ടിൽ നിന്ന് 2-3 മിനിറ്റ് ദൂരേ ഉള്ളൂ. 24/7 ഓപ്പൺ ആണ് ഗൈസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് മസിലിങ്ങനെ ഉരുട്ടി കയറ്റി 10 പാക്ക് ആക്കാം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു ഇടുക്കാച്ചി പള്ളി ഉണ്ടെന്ന് കണ്ടു. ഇവിടെ വന്നിട്ട് നമ്മൾ പള്ളികളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഈ ലൊക്കാലിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതേതോ വലിയ റെസ്റ്റോറന്റ് പോലെ ഉണ്ട്, പക്ഷെ ഒറ്റ കുട്ടീനെ പുറത്ത് കാണുന്നില്ല കേട്ടോ. സരിത സൂപ്പർ മാർക്കറ്റ്.
ഇന്ത്യൻ കടയാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ കട കണ്ടിരിക്കുകയാണ്. പള്ളിയൊക്കെ കണ്ടില്ലേ ഗൈസ്, എന്തോ ഒരു എടുപ്പില്ലേ, അടിപൊളി. നമുക്ക് എന്തായാലും എന്റെ ഫ്രണ്ടിലേക്ക് നടന്നിട്ട് 2 ഫോട്ടോ പിടിക്കാം ഗൈസ്. ഇവിടെ വണ്ടിയൊക്കെ നിർത്തി തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മാനസ് ഒക്കെ കാണിക്കുന്നുണ്ട് പെഡസ്ട്രിയൻസ് ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ. എന്തോ ടെന്റിനകത്ത് ഇരിക്കുന്നത്, തല വഴി വെള്ളം കഴിക്കുന്നത്, ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് ടൈമിനാ വന്നത്. എന്തായാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ സമ്മറാണ്. 35 ഡിഗ്രി വരെയൊക്കെ അടിക്കും. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് കിയോസ്ക്. ഇവിടുത്തെ ഒരു പെട്ടിക്കട സെറ്റപ്പ് സാധനമാണ്. ഇവിടെ എല്ലാം കിട്ടും. അപ്പൊ നമ്മളൊരു ജംഗ്ഷനിലെത്തി. കണ്ടോ സ്റ്റാർബക്സ് ആണ് ഗൈസ്. അത് പുറത്തൊരു ഫ്ലെക്സ് ബോർഡ് പോലും ഇല്ല. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടേജ് ഉള്ള ഈ നമ്മുടെ നാട്ടിലൊക്കെ കടകളിലെ ഫ്രണ്ടിൽ ഫ്ലെക്സ് ബോർഡൊക്കെ അടിച്ച് വെക്കണം, അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു ബിൽഡിങ്ങിൽ ഒരു കട ഉണ്ടോ എന്നുള്ളത് നമ്മൾ അടുത്ത് പോയി നോക്കിയാലേ ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഇത് പിന്നെ ഒരു ബിസി ജംഗ്ഷൻ ആയതുകൊണ്ട് പിന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അല്ലാത്ത വശം ഇത്തിരി പാടാം. UBS ഒരു ബാങ്കാണല്ലോ. നമ്മൾ ഈ വഴി വന്നാണോ വന്ന പോലെ ഇതെല്ലാം ഒരേമാതിരി ഉള്ളതുകൊണ്ടേ എന്തായാലും പള്ളി കൊള്ളാം, കിടിലം പള്ളി. അങ്ങനെ ഞാൻ നടന്ന് ഇതിന്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. നല്ല ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെയും കണ്ടമാനം സൈക്കിളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു സൈക്കിൾ എടുത്ത് നൈസിനങ്ങ് ഓടിച്ച് ഇറങ്ങിയാലെന്ന് അല്ലെങ്കിൽ ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഗോപ്രോ തലയിലങ്ങനെ വെച്ചിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ സ്ട്രീറ്റ് ക്രോസ് കിടക്കുമ്പോൾ ഗൈസ് ആ ഒരു മഞ്ഞ ട്രാം വരുന്നത്. മഞ്ഞ ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിന്റെ വെളിയിലോട്ട് പോകുന്ന കേട്ടോ. ട്രാം എന്ന് പറഞ്ഞാൽ സിറ്റിന്റെ ഉള്ളിൽ തന്നെ. ഒരു പട്ടിക്കുട്ടിനെ കൊണ്ട് പോകണമെങ്കിൽ പട്ടികളെ വാങ്ങണേ നമുക്ക് വേറെ സെപ്പറേറ്റ് ലൈസൻസ് ഒക്കെ വെക്കണം. പിന്നെ സ്ട്രേ ഡോഗ്സ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല കേട്ടോ. ക്ലാര ഷോപ്പിംഗ് അതെന്തോ വലിയ മോളാന്ന് തോന്നുന്നു. ചെന്നമ്മിന്റെ കടയുണ്ട് അവിടെ. ഒരു ട്രാം വരുന്ന ഇതാണ് ഗൈസ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന സ്ഥലം. ഡോഷൻ ബാക്ക് സ്പോർട്സ്. ഇവിടുന്ന് എനിക്ക് വീട്ടിലിടാൻ ഒരു ചെരുപ്പ് വാങ്ങണം. ഇത് ക്രോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും പൈസ 39.95 4000 ഫ്രാങ്ക്സ് അല്ല 4000 രൂപ. അത്രയ്ക്കുള്ളൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഈ ചാത്ത മതി. ബ്ലൂ ഫിൻ ചെറിയ പൈസ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത് മതി. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിച്ചു ഗൈസ്. ചെറിയ പൈസ ഒന്നും അല്ല കേട്ടോ, 2500 ആയി. പിന്നെ മറ്റേ വാങ്ങിയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ വരുന്ന ട്രാമിന്റെ കളർ കണ്ടോ, പിങ്കും ബ്ലൂ ഒക്കെ കൂടെ ഒരു ഹാർട്ടിന്റെ ഷേപ്പും മൊത്തത്തിലൊരു LGBT വൈബ്. എന്തോ യൂറോവിഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഇവന്റാന്ന് തോന്നുന്നുണ്ട് ഇവിടെ നടക്കണ. ഒരു ഐഡിയ ഇല്ല. എന്തായാലും എനിക്ക് ഇതിന്റെ ലീവർ തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നമ്മുടെ ഒരു കുതിര ട്രാം സ്പോട്ട് ഇരിക്കുകയാണ് കണ്ടോ, ഒരു വെറൈറ്റി കളറിലെ. നമുക്കിനി വല്ല മുകളിലേക്ക് കയറാം. വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കാനുണ്ട്. മുമ്പ് ഒരു മഞ്ഞ ട്രാം, ഒരു പെണ്ണല്ലേ അത് ഓട്ടുന്നത്, അടിപൊളി. ഞാനൊരു മോളിലുള്ള കയറി. ഇവിടെ വാച്ചിന്റെ ഒരു കട കണ്ടില്ലേ, വാങ്ങലൊന്നും നടക്കൂല, എല്ലാത്തിനും പടാറ് പൈസയാണ്. അതുകൊണ്ട് വെറുതെ ഫോട്ടോ പിടിച്ച് കിടക്കാം. ഫ്രൂട്ട്സിന്റെ സെക്ഷനിൽ വന്നപ്പോഴേ ഞാൻ ഒരു വെറൈറ്റി സാധനം കണ്ട് ഗൈസ്. പേരെന്താ നോക്കിയാ, ജൊഹാനിസ് ബീരൻ. എന്തോ ഒരു മുത്തുമണികൾ പോലെ ഇരിക്കുന്ന കണ്ട ഒരു വെറൈറ്റി സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് ഇത് ഇതിന് മുന്നേ? അതേപോലെ ഇതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ പേരെന്താ, ടച്ചിലി ബീരൻ എന്തോന്നടേ. ഇത് ഗോലിക്കായ മാതിരി ഇരിക്കുന്നുണ്ട്. എല്ലാം ബീരന്റെ കളികളാന്ന് തോന്നുന്നു ഇവിടെ അല്ലേ. ഇതൊക്കെ ഗൈസ്, ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ റോഡ് സൈഡിലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടാവും ഒരുമാതിരി മഞ്ഞ കായ പോലത്തെ, കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ അവന്മാർ ഇവിടെ പാക്കറ്റിലാക്കി വെക്കുന്നത് ഗൈസ്. ഇതിനെന്താ റേറ്റ് നോക്കട്ടെ, 100 ഗ്രാമിന് 170 രൂപ. അമ്പോ. നാരങ്ങയൊക്കെ നോക്കിയാൽ പല കളറിൽ നല്ല മുഴുത്ത നാരങ്ങളൊക്കെ കണ്ടാ. ഇതിന്റെയൊക്കെ സൈസ് നോക്ക്, എന്റെ കൈയിന്റെ വലുപ്പമുണ്ട് ഇതിനൊക്കെ. ഇത് മരുന്ന് കുത്തിവെച്ച് ഉണ്ടാക്കണാണോ അവന്മാര്? ബ്രെഡുകളൊക്കെ നോക്കിയാൽ ഗൈസ് പല താരം വെറൈറ്റി ബ്രെഡുകളാണ്. ഒരു 1000 വെറൈറ്റി ഉണ്ടാവും മിനിമം. ഇത് ഇവന്മാർക്ക് ഈ ബ്രെഡ് ഇല്ലാതെ പറ്റൂല. ഇവരുടെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, ചീസ്, സാലഡ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇരിക്കുന്ന നോക്കിയാൽ പല വെറൈറ്റി ചീസ്. പരമേശ്വരൻ ചീസൊക്കെ അതായിരിക്കുന്നത് കണ്ടില്ലേ. കണ്ടമാനം ചീസ് ഇവിടെ തിന്നും. ഇതാ പിന്നെയും ചീസ്, പല വെറൈറ്റി കളറിൽ ഷേപ്പിലും കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്ന ചീസുകൾ. ഇതാണ്ട് കിടക്കണ പിന്നെയും ചീസ്. ഈ ചീസ് തിന്ന് 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 മടുക്കും. ഞാനും സ്വിസ്സായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പ്രശാന്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് കുറച്ചെണ്ണം നമുക്ക് വീട്ടിലോട്ട് എടുക്കാം. കുപ്പികളൊക്കെ 353 ഫ്രാങ്ക്സ്, 35,000 രൂപ ഈ ഒറ്റ കുപ്പിക്ക്. ഒമ്പോ ബിയർ ടിന്നിലാക്കി വെച്ചേക്കണം ക്യാൻ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പൈപ്പ് ഇട്ടിട്ട് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഒഴിച്ചു കുടിക്കുക. റാക്കിന് ഇരിക്കണൊക്കെ ഗൈസ്. എന്റെ ഏറ്റവും ഫേവററ്റ് സെക്ഷൻ ഇവിടെയാണ്. ഇവിടെ വന്ന് ഫോട്ടോ പിടിക്കുക, അതാണ് എന്റെ മെയിൻ ഹോബി. ഇതുണ്ടല്ലോ ഗൈസ്, സ്വിറ്റ്സർലാൻഡിന്റെ ഓൺ ബ്രാൻഡാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ബിയറാണ്. ഇതിന്റെ ഫാക്ടറിയിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, വീഡിയോ ഇൻകമിങ് ഗൈസ്. ഈ കുപ്പീന്റെ മണ്ടയ്ക്ക് ഒരു ഡപ്പി ഉണ്ടാ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ ഈ അണ്ടർ ഏജ് ആയിട്ടുള്ള പിള്ളേരൊക്കെ പ്രീമിയം കുപ്പി എടുത്ത് പുറത്തേക്ക് കൊടുക്കും. അത് ഭയങ്കര വലിയ പ്രശ്നം ഇവിടെ. അപ്പൊ അതിന് വേണ്ടി ഇട്ട് വെച്ചിരിക്കണതാണ്. ആബ്സല്യൂട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചോക്ലേറ്റ്സിന്റെ സെക്ഷൻ എത്തി. ഗോമാതാവിന്റെ മണ്ടയ്ക്ക് കുരിശ് വരച്ചിട്ടാണ് കണ്ടോ. അത് സ്വിറ്റ്സർലാൻഡിന്റെ ലോഗോ ആണ് കേട്ടോ. ഇത് ഫുൾ സ്വിസ് മെയ്ഡ് ചോക്ലേറ്റ്സ് എന്ന് തോന്നുന്നുണ്ട് ഇവിടെ കൂട്ടിയിട്ടിരിക്കണം. ചോക്ലേറ്റ്സിന് ഫേമസ് ആണെന്നുള്ള അറിയാലോ. ഇവിടെ കണ്ടമാനം മുട്ടായികളുണ്ട് കണ്ടില്ലേ. പണ്ടൊരിടയ്ക്ക് നമ്മുടെ ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കുനാഫ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഹിറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നമ്മുടെ ഫേമസ് കമ്പനി ലിൻഡെ അടക്കം അതിന്റെ ഫ്ലേവറിൽ മുട്ടായി ഇറങ്ങിയേക്കണം. പക്ഷെ ആരും വാങ്ങുന്നില്ല. ഇവിടെ അതേപോലെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊക്കെ പോയി കാണും. അതാണ് ആർക്കും വേണ്ടാത്തത്. എന്ത് ചെയ്യാനാ. എന്റെ മോനെ ഇരിക്കണമൊക്കെ ടോബ്ലറോണ്ട് എത്രങ്ങാനും ഫ്ലേവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് കേട്ടോ. ഈ ഒരു ഇത് കണ്ട ഗൈസ്, ഈ ഒരു മൗണ്ടൻ ഇത് സ്വിറ്റ്സർലാൻഡിലാണ് ഉള്ളത്. നിങ്ങൾക്ക് അറിയോ? ഇതിന്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യുക. എന്തായാലും ഇവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. വീഡിയോ കമ്മിങ് സൂൺ. സോ നോ മടി ഫോർ ലൈക്ക് ഡി സബ്ഡി ഷെയർ ഡി ആൻഡ് സപ്പോർട്ട് ഡി ഗൈസ്. സൂപ്പർ മാർക്കറ്റിൽ ആഡ് ബ്ലൂ വിൽക്കാൻ വെച്ചാണ് എവിടെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നമ്മളിപ്പോൾ ഈ സ്റ്റോറിൽ നിന്നാണ് ഗൈസ് സാധനങ്ങൾ മൊത്തം വാങ്ങിച്ചത്. ഇനി ഇവിടുന്ന് നമ്മളിതാ ട്രോളിയിലാണ് തള്ളി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകണം. നമ്മൾ വീട് ഇവിടെ നടത്തുക. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാ. റോഡിലൂടെ വണ്ടികളൊക്കെ വരും, സൂക്ഷിച്ചു വേണം തള്ളി കൊണ്ടുപോകാൻ. എന്നാലും ട്രോളി തള്ളി വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഹൊയ് 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 ഹൊയ്.
ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മൊത്തം വാങ്ങി ട്രോളി തള്ളി റൂമിലേക്ക് പോലെ. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുത്താൽ മതി ചേട്ടാ. അതുകൊണ്ട് പിന്നെ സീനില്ല. സാധനമൊക്കെ വീട്ടിൽ വെച്ച് പിന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങി. അതാണ്ട് ഒരു ബിൽഡിംഗ് നോക്കിയാൽ എത്ര ഫ്ലോറാ നോക്ക്. അത് അതിന്റെ സൈഡിൽ മാരിയറ്റിന്റെ ഹോട്ടൽ അത് ഇവിടെ ഉണ്ടല്ലേ അമ്പമ്പ. അപ്പൊ നമ്മളിങ്ങനെ നടന്ന് നോക്കുമ്പോൾ വേറൊരു സാധനം ഇവിടെ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു എക്സിബിഷൻ നടക്കേണ്ടത്. അത് ഇവിടെയാണ് നടക്കാൻ പോണേ, ആർട്ട് ബാസൽ. ഈ സ്ഥലത്തിന്റെ പേരാണ് മസപ്ലാറ്റ്സ്. ഇവിടെയാണ് എക്സിബിഷൻസ് ഒക്കെ നടക്കുക. ഈ കോമിക്കോൺസ് ചെയ്ത് മറച്ചത് അങ്ങനെ എല്ലാ എക്സിബിഷൻസും കണ്ട് ഇവിടെയാണ് നടക്കുക. ഇതൊരു ബിസി ജംഗ്ഷൻ ആണ്. അപ്പൊ നമ്മളത് ക്രോസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ നല്ല ഭംഗിയില്ല ഇവിടെ, നടുക്കൊരു ഓട്ടയൊക്കെ ആയിട്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ കോൺഗ്രസ് സെന്റർ, ബാസലിലെ കോൺഗ്രസ് സെന്റർ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു വലിയ ബിൽഡിംഗ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു വീഡിയോ എടുത്തു. അതിന് ഒരു ട്രാം സ്റ്റേഷൻ ഉണ്ട്. ഇവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് മരത്തിന്റെ എന്തൊക്കെ പലക വെച്ച് സെറ്റായി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വേണത് ഇവിടെ ഈ പരിപാടിയോട് അനുബന്ധിച്ച് ഉണ്ടാക്കിയതാണോ അതോ ഇവിടെ സ്ഥിരമുള്ളത് ഇങ്ങനെയാണോ എന്നുള്ള അറിയില്ല. ഒരു ബിൽഡിങ്ങിന്റെ താഴെ എന്തോ ചുമന്ന പെയിന്റ് ഒക്കെ റോട്ടിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ വ്യാളി തീ തൊക്കുന്ന മാതിരിയുള്ള ഒരു സാധനമൊക്കെ ഇട്ട് എന്തോ ടിക്കറ്റ് എന്നൊക്കെ കാണിക്കണ്ടല്ലോ. ആർട്ട് ബസ്സിന്റെ ടിക്കറ്റ് ആണത്. അതിന് പരിപാടി തുടങ്ങിയില്ലല്ലോ. തുടങ്ങുന്നതിന് മുന്നേ ചിലപ്പോൾ ടിക്കറ്റ് കൗണ്ടർ സെറ്റാക്കി വെച്ചായിരിക്കും. എന്തായാലും കൊള്ളാം, എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലൊക്കാലിറ്റി കൊള്ളാം, നല്ല പച്ചപ്പും ഹരിതാപിയും വണ്ടികളും എല്ലാം ഉണ്ട്. ട്രാം ആണ് ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രാം. ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ വരണ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പവറല്ലേ താണ്ട പോകുന്ന പറഞ്ഞു കയറുന്നില്ല. ഒരു കിടക്കാച്ചി ട്രാം പോകുന്ന. ഇത് സർക്കസ് ആണ് ഗൈസ്. നേരത്തെ നമ്മൾ കണ്ടത് സർക്കസിന്റെ ടിക്കറ്റ് ബൂത്ത് ആണ്. സർക്കുസ് ഇവിടെ ഭയങ്കര പൈസ ആയിരിക്കും. ഇവിടെ എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. ഇവിടെ എന്തിനാ പൈസ കുറവുള്ളത്? എന്തായാലും സർക്കസ് ഉണ്ട്. അത് തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. ടെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം ഇവിടെയും വരാം. നമ്മളിപ്പോ നടന്നു നോക്കിണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച ഈ ഒരു ടവർ ഓർമ്മയുണ്ടോ? യെസ്, ജർമ്മനിയിലേക്ക് പോണ നമ്മുടെ സ്വിറ്റ്സർലാൻഡിന്റെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ജർമ്മനീന്റെ റെയിൽവേ സ്റ്റേഷൻ ആണത്. നമ്മൾ അവിടേക്കാണ് നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടി നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തെത്തി ഗൈസ്. ആ ടവറിന്റെ അടുത്തെത്തി. ഒരു ട്രാം നിർത്തിയിട്ടുണ്ട്. ഇത് പഴയ ട്രാമാന്ന് തോന്നുന്നുണ്ട്. ഇത്തിരി പഴക്കം തോന്നിക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ അല്ലേ, നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സ്ഥലം. കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആ ജംഗ്ഷനിൽ എത്തിയിട്ട് ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി സൈഡിലേക്ക് ഒതുങ്ങി നിന്നാണ്. കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ആ പോകുന്ന ഒരു ഇലക്ട്രിക് ബസ്സാണ് ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ചില്ല. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് തന്നെ ഒരു കിടിലം മെക്കടി ഉണ്ട് ഗൈസ്. ഞാനപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കൊണ്ടുവരും. അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ ഗൈസ് സ്വിഗ്ഗി മാതിരി എന്തോ ഡെലിവറി ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മറാണ്, നല്ല ചൂടുണ്ട്. സൈക്കിളോട്ടി ഡെലിവറി ആണ് ഇവരെ സമ്മതിക്കണ്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തി. മെക്ഫ്ലറി സ്ട്രോബെറി വിത്ത് പോപ്പിംഗ് ഷുഗർ. പുതിയ ഏതോ ഫ്ലേവറാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ പിടുത്ത് നിർത്തിയിട്ടെ ഞാൻ സമാധാനമായിട്ടൊന്ന് മുണങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ അതാണ്ട ഇത് കണ്ടോ ഗൈസ്. ഇവിടെ പെഡസ്ട്രിയൻ ക്രോസ് സിഗ്നൽ പച്ച വന്നാലേ നടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നടന്ന് ഞാൻ വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിക്കണം. റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ ബസ് നോക്കിയാൽ ബസ്സിന്റെ ലിവറി കൊള്ളാം അല്ലേ. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ നടക്കുമ്പോണ്ടാ അവിടെ ഒരു സാധനം സ്പോട്ട് ചെയ്തു നോക്കിയാ. അഞ്ചപ്പാർ ചെട്ടിനാട് ഇന്ത്യൻ റെസ്റ്റോറന്റ്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് സ്പോട്ട് ചെയ്തു. അതിന് തൊട്ടടുത്തുകൊണ്ടല്ലോ പറഞ്ഞു കൈലാഷ് പർബാത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. ബേൽപൂരി, പാൻപൂരി, മസാലപൂരി ഒക്കെയാണ് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നല്ല ഷിറ്റ് ഫുഡ് ആയിരിക്കും. അത് കണ്ടോ ഗൈസ്. ഇത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെയാണ് ഞാൻ കണ്ടത്. പെയ്ഡ് പാർക്കിംഗ് സെറ്റപ്പ് ആണ് കണ്ടോ. അങ്ങനെ ഒരു സ്കൂൾ ഞാൻ സ്പോട്ട് ചെയ്ത് ഗൈസ്. സ്കൂൾ കൊള്ളാം. ഭയങ്കര ശാന്ത മനോഹരമായ ഒരു അന്തരീക്ഷം. ഇവിടെയൊക്കെ വന്ന് പഠിക്കണം. ഇവിടെ ജർമ്മൻ മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ട്. എന്റെ അമ്മോ, ലുക്ക് നോക്കിയ എൻട്രൻസിന്റെ റിച്ച് ലുക്ക്. താഴെ എഴുതിക്കണമൊക്കെ സ്കൂളെ പടക്കം വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും കൊള്ളാം കേട്ടോ. ആംബിയൻസ് കൊള്ളാം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പഠിക്കാൻ തോന്നും. ഉഫ്, എന്താ രസം. കണ്ടില്ല ഗൈസ്, എന്തൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. കണ്ടോ, മഞ്ഞ സീബ്ര ക്രോസിംഗ്, കുറെ മരങ്ങൾ, പച്ചപ്പ്, നല്ല കാറ്റ്. എന്താ രസം. ഫുട്പാത്ത് ഒക്കെ നോക്ക്, എന്ത് ക്ലീനാ നോക്ക്. എന്തെല്ലാം കിടിലം വണ്ടികൾ. എനിക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് ഇഷ്ടമായി. ഓടിന്റെ ഒരു ഷോപ്പ് കാണണ്ടല്ലോ. യൂസ്ഡ് വണ്ടികളാണ് ഇവിടെ. എന്റെ മോനെ, എന്റെ സ്പെക്ക് നോക്കട്ടെ. ആ യൂസ്ഡ് വണ്ടി തന്നെ കേട്ടാ. 26,900 എന്ന് പറയുമ്പോൾ 26 ലക്ഷം. ഫോർഡ് മസ്റ്റാങ് ഫാസ്റ്റ് ബാക്ക് 2.3 1 ലക്ഷം ഓടിയ വണ്ടിയല്ലേ, 2017 മോഡൽ. ഈ പൈസക്കുള്ള ഉണ്ടോ അത്? പക്ഷെ പുറമേ നിന്ന് കണ്ടാൽ നല്ല കിടുക്കൻ ലുക്കില്ലേ. ചുമല കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പച്ചയാണെങ്കിൽ ഞാൻ റെട്ടി ക്യാഷിന് ഇപ്പൊ എടുത്തന്നെ. ഇതാണ് ഗൈസ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. കണ്ടോ, നമ്മൾ തന്നെ വന്ന് പെട്രോൾ അടിക്കുക. കണ്ടില്ലേ, അവിടെ പൈസ ഒക്കെ എഴുതി വെച്ചിട്ടില്ല. മൈഗ്രോൾ ഡീസൽ, പിന്നെന്താ പെട്രോൾ ആയിരിക്കും, വേറെന്തോ പേരായിരിക്കണം. നാട്ടിലേക്ക് ഇപ്പൊ എന്തുണ്ട് റേറ്റ് അറിയില്ല കേട്ടോ. ഞാൻ പ്രവാസിയില്ലേ. കണ്ട ഗൈസ്, അവിടെ സ്ലോഗൻ എഴുതി വെച്ച് നോക്കിയാൽ നോ ബോർഡേഴ്സ്, നോ വാർസ്, നോ നേഷൻസ്. കണ്ട, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്ലോഗന് ഭയങ്കര വാല്യൂ ഉള്ള പോലെ. ആകാശം കണ്ടിട്ട് സമയം എത്ര മണിയായെന്ന് ഗസ് ചെയ്യാൻ പറ്റുക ഗൈസ്. രാത്രി 10 മണിയായി. ഇപ്പോഴും ചെറിയ വെളിച്ചുണ്ട്. കണ്ടോ, നമ്മളപ്പോൾ വെറുതെ ഒന്ന് രാത്രി എങ്ങനെയാണ് ഇവിടുത്തെ ലൊക്കാലിറ്റി നിന്ന് അറിയാൻ വേണ്ടി, നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. നേരെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ, അതൊരു പോലീസ് സ്റ്റേഷനാണ്. രാവിലെയൊക്കെ ഉമ്മാര് ടെസ്ലയിൽ പോണ കാണാം. ഇവിടെ പോലീസുകാരുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ടെസ്ല ആട്ടോ മെയിനായിട്ട്. അപ്പോൾ അതിലിങ്ങനെ പി എന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന കാണാൻ നല്ല രസം. ഇവിടെ കണ്ടില്ല കുറേ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീമിയം വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയാലും മുക്കിന് മൂലയിലൊക്കെ. പുറമേ നിന്ന് അങ്ങനെ അധികം പേരൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. പിന്നെ റോട്ടിൽ നോക്കി വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ അത്ര ഫേമസ് ജംഗ്ഷൻ അല്ലാന്നെങ്കിലും വെക്കാം. എന്നാലും ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന കേട്ടോ. റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലൊന്നും അധികം പേര് കാണാനില്ല ഗൈസ്. മൊത്തം കാലിയാണ്. കണ്ടോ, കുറച്ച് പേരെ കണ്ട് അവിടെ ഇരുന്നെന്തോ ഫുഡ് കഴിക്കുന്നുണ്ട്. ബാക്കി എല്ലാ സീറ്റും കാലിയായിട്ട് ഇരിക്കുന്ന നോക്കിയാൽ ഒരു പോലീസിന്റെ വണ്ടി പോകുന്നുണ്ടോ. പൊലിച്ചേന്നാണ് ഇവിടെ പറയുക. ടെസ്ല പോകുന്നത്. ടെസ്ല ട്രാം നോക്കിയ ഗൈസ് മൊത്തം കാലിയായിട്ട് ഓടുന്നത് കണ്ടോ. ഈ ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ബിസി ആയിട്ടുള്ള ജംഗ്ഷനാണ്. കണ്ടില്ലേ, ആൾക്കാരൊക്കെ കുറഞ്ഞ് മൊത്തം ഡൗൺ ആയി തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ
രാത്രി നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ നൈറ്റ് ലൈഫ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കടകളൊക്കെ അടയ്ക്കും. പിന്നെ ഈ ഡോമിനോസ്, മെക്ഡി പോലുള്ള ചില ചെയിൻ റെസ്റ്റോറൻറ്റ്സ് മാത്രമേ രാത്രി, അതും 10 മണി 11 മണി വരെ എന്തോ ഉള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ആൾക്കാരാണെങ്കിലും കുറവാണ്. ഒരു ട്രാം പോകുന്നുണ്ട് ബാക്കിൽ. മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആവും രാത്രി ആകുമ്പോഴത്തേക്ക്. എല്ലാവരും വീട്ടിൽ പോകുന്ന പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഓവറോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മുടെ നെയ്ബർഹുഡ് അടിപൊളി. അടുത്ത വീഡിയോയിൽ ഞാൻ ആർട്ട് ബാസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് കാണുന്നത്. വരുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അത് കഴിഞ്ഞ് നമ്മൾ റൈൻ റിവറിന്റെ സൈഡിലൂടെ നടന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കമ്മിങ് സൂൺ.